ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ CPO വുമൺ CPO PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. CPO വുമൺ CPO പരീക്ഷകൾക്ക് PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട അനുബന്ധ വിവരങ്ങളും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ അത്രയും ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PSCക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കാൻ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടുത്തി ഇനി PSC എന്തൊക്കെ ചോദിക്കുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പഠിച്ചു പോവാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പലരും കണ്ടതുകൊണ്ടാണ്, പലരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സും ചെയ്തത്. ഇനി പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ്സും വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിയിക്കാൻ മറക്കരുത്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും അത് ഹൈപ്പ് കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതിലും വളരെ സന്തോഷം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനിയും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാം. അപ്പൊ അധികം ഒന്നും പറയാൻ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ ബെവ്കോ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 40 ഡേയ്സിന്റെ പ്രിലിംസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്കുള്ളത് പ്രിലിംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 1-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. 1-ാം തീയതി ആയി. അപ്പൊ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരുപാട് റഷ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചുവാരി പഠിക്കാതെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആസ്വദിച്ച് പഠിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു പേരുണ്ട്. ഇവിടെ അത് കൊടുത്തിട്ടില്ല. ഇവിടെ ഓപ്ഷൻ എ മാറി ആര് വരും? ആനി ബസന്റ് എന്നൊരു ഓപ്ഷൻ വരും. ആനി ബസന്റ് അല്ലെ? ആനി ബസന്റ് എന്നൊരു ഓപ്ഷൻ എയിൽ കൊടുത്ത പലരും വേഗം പോയിട്ട് അത് കറുപ്പിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നാണ് ചോദ്യം. ആരാണ് ആദ്യ ഇന്ത്യൻ വനിത? സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത. ഓക്കെ, സരോജിനി നായിഡു ആണ് ആദ്യ ഇന്ത്യൻ വനിത. ആദ്യ വനിത ആര് എന്ന് ചോദ്യം വന്നാലാണ് ആര് വരിക? ആനി ബസന്റ് വരിക അല്ലെ? ആനി ബസന്റ് വിദേശ വനിതയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ മാത്രം സരോജിനി നായിഡു. വനിത എന്നൊരു ചോദ്യം വന്ന അതാരാണ്? അത് ആനി ബസന്റ് ആണ്. ഇവിടെ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എയിൽ തന്നെ ആരെ കൊടുക്കും? ആനി ബസന്റിനെ കൊടുക്കും. ഈ ആനി ബസന്റിനെ കുഴപ്പിക്കുന്ന രണ്ട് ഫാക്ടിൽ ഒന്ന് ഇതാണ്. പിന്നെയും അതുപോലെ ഒന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ മലയാളി വനിതകൾ അല്ലെ? മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ ആണ്. ആനി മസ്ക്രീൻ ആണ്. അവിടെയും ഓപ്ഷൻ വരും ആര്? ആനി ബസന്റ്. അതും നിങ്ങളെ കുഴപ്പിക്കാനാണ്. അപ്പൊ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദ്യം വന്നിട്ട് ഓപ്ഷനില് ആനി ബസന്റ് ഉണ്ടെങ്കിൽ പോയി കറുപ്പിക്കരുത്. ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു അല്ലെ? ഗാന്ധിജിയെ സ്നേഹപൂർവ്വം സരോജിനി നായിഡു എന്താണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? മിക്കി മൗസ് എന്നാണ് അല്ലെ? മിക്കി മൗസ് എന്നാണ് ഗാന്ധിജിയെ സരോജിനി നായിഡു സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. സരോജിനി നായിഡു അധ്യക്ഷയായത് എപ്പോഴാണ്? 1925 കേട്ടോ. 1925 ആദ്യ ഇന്ത്യൻ വനിത അല്ലെ? ആദ്യ ഇന്ത്യൻ വനിത INC പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു പ്രസിഡന്റ് ആയ വർഷം ചോദ്യം വന്ന 1925. ഇനി ഒരു പക്ഷേ അതാവും ചോദ്യം വരിക. ഇപ്പൊ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചു. ഇനി ചിലപ്പോൾ ചോദ്യം വരും ആദ്യമായി ഒരു ഇന്ത്യൻ വനിത പ്രസിഡന്റ് ആയ വർഷം ഏതെന്ന് ചോദ്യം വന്ന 1925. അതിന് തൊട്ട് മുമ്പുള്ള വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1924. എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്? ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ സമ്മേളനമാണ് അല്ലെ? ബൽഗാം സമ്മേളനം 1924 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. 1924. ഓക്കെ, പിന്നെ സൂററ്റ് വിഭജനം ചോദിക്കാറുണ്ട്. 1907 സൂററ്റ് വിഭജനം. എപ്പോഴാണ്? 1907 അല്ലെ? റാഷ് ബിഹാരി ഘോഷ് ആണ്
എന്ത് അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ അതും പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുണ്ട്. ആദ്യം നമ്മൾ അറിയേണ്ടത് INC രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ് അല്ലെ, ഡിസംബർ 28-നാണ്. ഡിസംബർ 28 1885 ഡിസംബർ 28-നാണ് INC രൂപീകൃതമായത് അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് INCക്ക് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. INC അധ്യക്ഷനായ ആദ്യ പാഴ്സി മതക്കാരൻ എന്ന് ചോദ്യം വരും, അല്ലെങ്കിൽ ആദ്യം 3 തവണ അധ്യക്ഷനായ വ്യക്തി ആരെന്നൊക്കെ ചോദ്യം വന്നാലും ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. പഠിച്ചു വെക്കണം. INCയിൽ ആദ്യം 3 തവണ അധ്യക്ഷനായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. അപ്പൊ INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. സൂററ്റ് വിഭജനം എപ്പോഴാണ്? 1907-ലാണ്. 1907. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന INC സമ്മേളനം ഏതാണ്? നമുക്കൊക്കെ അറിയാം, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം നടന്ന വർഷം ചോദിക്കും. 1929-ലാണ് ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ, ജവഹർലാൽ നെഹ്റു ആണ്. ആ സമയത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് അതിന്റെ തൊട്ട് മുമ്പുള്ള സമ്മേളനം 1928-ലെ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാ അറിയോ? ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു. പിന്നെ 29-ൽ ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോ പിതാവും പുത്രനും അധ്യക്ഷനായി വരുന്ന ഒരു ഒപ്പുള്ള സമ്മേളനം. ഓക്കെ, അപ്പൊ ആദ്യം ഇവിടെ മോത്തിലാൽ നെഹ്റു, ഇവിടെ ആരാണ്? ജവഹർലാൽ നെഹ്റു. 29 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ചോദ്യം വരും. ഏതാണ്? ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം. അവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു വർഷമാണ് 1927. ഓക്കെ, 1929 ശരിക്കും ആൻസർ. ആദ്യം ഓപ്ഷനിൽ 1927 ഉണ്ടാവും. അത് കൺഫ്യൂസ് ആക്കാനാണ്. ഓക്കെ, ഓപ്ഷൻ എ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കുക. അത് കൺഫ്യൂസ് ആക്കാൻ മാത്രമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓപ്ഷൻ എ എല്ലാം കൺഫ്യൂഷൻ ആക്കാന്നല്ല, അത് ശ്രദ്ധിച്ചു വായിക്കുക. ഓക്കെ, അത് ഉറപ്പാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഉറപ്പാക്കാൻ വേണ്ടി ആദ്യം തന്നെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ തന്നെ ബാക്കി ഓപ്ഷൻസ് വായിക്കാതെ പോയിട്ട് ആൻസർ ചെയ്യരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഫുൾ ഓപ്ഷൻസ് വായിച്ച് വ്യക്തമായിട്ട്, ഓക്കെ, അതൊരു ഉറപ്പാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ മാത്രം ഓപ്ഷൻ എ പോയി കറുപ്പിക്കുക. ഓപ്ഷൻ എയിൽ എന്ത് കൊടുക്കും? ലാഹോർ സമ്മേളനം നടന്ന വർഷം ചോദിച്ചിട്ട് ഓപ്ഷൻ എയിൽ 1927 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഓപ്ഷൻ എയിലോ ബിയിലോ സിയിലോ എവിടെ കൊടുത്താലും 27 തെറ്റാണ്. 29-ലാണ് ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. 27 എന്താണ്? മദ്രാസ് സമ്മേളനമാണ്. മദ്രാസ് സമ്മേളനമാണ് 1927. 1927 എന്താണ്? മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. മദ്രാസ് സമ്മേളനവുമായി പ്രശസ്തമായ ഒന്നുണ്ട്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. എം എ അൻസാരിയാണ് അല്ലെ, അൻസാരിയാണ് അധ്യക്ഷൻ. അതും പഠിച്ചു വെക്കുക. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 27 മദ്രാസ് സമ്മേളനം. ഇത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം 29. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചതാണ് 27 സമ്മേളനം. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? പ്രമേയം പാസാക്കിയ വർഷം ചോദിക്കുക. 1931 കറാച്ചി സമ്മേളനം അല്ലെ. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് അല്ലെ, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? പ്രമേയം അവതരിപ്പിച്ചത് ആരെന്നല്ല, 1931 കറാച്ചി സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. അധ്യക്ഷൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ 29 ലാഹോർ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. കറാച്ചി സമ്മേളനം 31, 27 മദ്രാസ് സമ്മേളനം. ഓക്കെ, ഗാന്ധിജി എപ്പോഴാണ് അധ്യക്ഷനായത്? 1924. ഓക്കെ, ആനി ബസന്റ് അധ്യക്ഷ വർഷം 1917. സരോജിനി നായിഡു 1925. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എപ്പോഴാണ് INC രൂപീകൃതമായതെന്നും പഠിച്ചു. 1885 ഡിസംബർ 28. INCക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്നും നമ്മൾ പഠിച്ചു. ദാദാഭായ് നവറോജി. അത് എന്ന് വിചാരിച്ച INCയുടെ സ്ഥാപകൻ ദാദാഭായ് നവറോജി അല്ല. ആരാണ്? AO ഹ്യൂം ആണ് അല്ലെ. AO ഹ്യൂം ആണ് INCയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. INCയുടെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം. AO
A.O. ഹ്യൂം ആണ്. A.O. ഹ്യൂം ആണ് INC യുടെ സ്ഥാപകൻ. A.O. ഹ്യൂം ആണ് INC യുടെ സ്ഥാപകൻ. ആദ്യ സമ്മേളനത്തിൽ സെക്രട്ടറി ആണ് A.O. ഹ്യൂം. അപ്പൊ ആരാണ് പ്രസിഡന്റ്? W.C. ബാനർജി ആണ്. W.C. ബാനർജി ആണ് INC യുടെ ആദ്യ സമ്മേളനത്തിലെ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജി. സെക്രട്ടറി ആണ് ആര്? A.O. ഹ്യൂം. ആദ്യ സമ്മേളനം എവിടെ വെച്ച് നടന്നു എന്ന് ചോദ്യം വരാറുണ്ട്. INC യുടെ ആദ്യ സമ്മേളനം നടന്നത് എത്ര ആളുകൾ പങ്കെടുത്തു? 72 ആളുകൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനം എവിടെ വെച്ച് നടന്നു? പൂനെയിൽ വെച്ച് നടത്താനിരുന്നു അല്ലെ. പ്ലേഗ് ബാധിച്ചത് കൊണ്ട് പൂനെയിൽ വെച്ച് നടത്തിയില്ല. പൂനെയിൽ വെച്ചിട്ടാണ് നടത്താനിരുന്നത്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കുക. എന്ത് സംഭവം? 1885 INC യുടെ ആദ്യ സമ്മേളനം നടക്കാനിരുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് പൂനെയിൽ വെച്ചിട്ടാണ്. അവിടെ എന്തുണ്ടായി? അവിടെ പ്ലേഗ് ബാധിച്ചത് കൊണ്ട് അവിടെ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് അത് എങ്ങോട്ട് മാറ്റി? ബോംബെയിലേക്ക് മാറ്റി. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? INC യുടെ ആദ്യ സമ്മേളനം നടന്നത്. നടക്കാനിരുന്നത് ചോദ്യം വന്നാൽ അത് പൂനെയിലാണ്. ഓക്കെ, 72 ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. ഇതിലൊരു മലയാളി ഉണ്ട്. ആരാണ് ആ മലയാളി? ഇതിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ആരാണ്? INC യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഇതൊക്കെ ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ള. ഓക്കെ, G.P. പിള്ളയാണ് എന്ത്? INC യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി. ഓക്കെ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഒക്കെ ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. അപ്പൊ സരോജിനി നായിഡു മറക്കരുത്, ഇന്ത്യയുടെ വാനമ്പാടിയാണ്. അരുണ അസഫ് അലി കേട്ടിട്ടുണ്ട്? അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം വരും. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായിക ചോദ്യം വരും അരുണ അസഫ് അലി ആണ് കേട്ടോ. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. പിന്നെ സരോജിനി നായിഡു നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. പിന്നെ അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ, ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. വിദേശത്ത് പോയി ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാലും മാഡം ഭിക്കാജി കാമയാണ്. എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ ആണ്. നോക്കാം. INC പ്രസിഡന്റ് ആയ ആദ്യ വനിത, ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ ആക്കാൻ തരും. ആദ്യ ഇന്ത്യൻ വനിത വന്ന അത് സരോജിനി നായിഡു. ആദ്യ വനിത ആനി ബസന്റ് ആണ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റ് ആയ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം INC പ്രസിഡന്റ് ആയ ആദ്യ വനിത, അടുത്ത ഇമ്പോർട്ടന്റ് ആയത് ആരാ? നമുക്കൊക്കെ അറിയാം, ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം INC പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം ആരാണ്? സോണിയാഗാന്ധിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം സോണിയാഗാന്ധി. ഓക്കെ, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? മുൻഷി പ്രേംചന്ദ് ആണ് കേട്ടോ. മുൻഷി പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. ഗോര എന്ന കൃതി രചിച്ചതാണ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ കൺഫ്യൂസ് ആയിട്ട് പോയിട്ട് കണ്ടോ, ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂഷൻ ആക്കാനാണ്. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതും അല്ലെ, ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർസോന രചിച്ചതും ഒക്കെ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ പ്രേംചന്ദ് ആണ് ഗോദാൻ രചിച്ചത്. ഗോദാൻ രചിച്ചത് ആരാണ്? മുൻഷി പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ് ആണ് ഗോദാൻ രചിച്ചത്. ഗോര രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാലാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല. ഈ ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് എന്ത് ലഭിച്ചത്? നോബൽ സമ്മാനം അല്ലെ. ഏഷ്യയിൽ ആദ്യമായി നോബൽ സമ്മാനം വാങ്ങിയത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി നോബൽ സമ്മാനം വാങ്ങിയത് ആരെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? അത് ഗീതാഞ്ജലി എന്ന കൃതിക്ക് വാങ്ങിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിക്കും. ഏതാണ്? സാഹിത്യമാണ് അല്ലെ. സാഹിത്യത്തിനാണ് ലഭിച്ചത്. ഏത് വർഷമാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പൊ പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധൻപത് റായ് ശ്രീവാസ്തവ. ഓക്കെ, ധൻപത് റായ് ശ്രീവാസ്തവ എന്നാണ് മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ നാമം. എന്താണ്? ധൻപത് റായ് ശ്രീവാസ്തവ. പ്രേംചന്ദിന്റെ പ്രശസ്തമായ കൃതികൾ കർമ്മഭൂമി, രംഗഭൂമി, പ്രേം ആശ്രം. ഓക്കെ, ഇതൊക്കെ ആരുടെ പ്രശസ്തമായ കൃതികളാണ്? പ്രേംചന്ദിന്റെ പ്രശസ്തമായ കൃതികളാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കർമ്മഭൂമി, രംഗഭൂമി, പ്രേമാശ്രം.
പ്രേംചന്ദ് തൂലികാനാമം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉറുദുവിൽ രചനകൾ നടത്താനായി ഉപയോഗിച്ച തൂലികാനാമമാണ് നവാബ് റായ്. എന്താണ് നവാബ് റായ് എന്നതാണ് എന്ത് പ്രേംചന്ദ് എന്ന തൂലികാനാമം സ്വീകരിക്കുന്നതിന് മുൻപ് ഉറുദുവിൽ രചനകൾ നടത്താനായി ഉപയോഗിച്ച തൂലികാനാമമാണ് നവാബ് റായ്. പഠിച്ചു വെക്കാട്ടോ, നവാബ് റായ്. ഓക്കെ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഓക്കെ, പെരികാർഡിയം ആണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം. ഏതാണ്? പെരികാർഡിയം. പെരികാർഡിയം ആണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം. നമുക്ക് നോക്കാം. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതാണ്? പെരികാർഡിയൽ ദ്രവം. സിമ്പിൾ ആണ്, പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. ഓക്കെ, പെരികാർഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. അപ്പോ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഓക്കെ, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി ആണ് അല്ലെ. ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ചോദ്യം വരട്ടോ, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി. എന്താണ് കണ്ണിനെ കുറിച്ചുള്ള പഠനം? കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനം, പല്ലിന് ഡെന്റൽ അല്ലെ, ഡെന്റൽ അല്ലെ, പല്ല് എന്ന് പറഞ്ഞാൽ ഡെന്റൽ എന്ന് ആലോചിക്കുക. ഡെന്റൽ ഒഡെന്റോളജി. 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 അപ്പൊ ഡെന്റൽ എന്ന് ആലോചിച്ചാൽ മതി. ഒഡെന്റോളജി ആണ് പല്ലിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ട്, മുട്ടയെ കുറിച്ചുള്ള പഠനം. ഇത് കണ്ടോ, മുട്ട. ഇത് മുട്ട എന്ന് വിചാരിക്കുക. ഓ മുട്ട, ഓളജി. ഓക്കെ, ഓളജി ആണ് മുട്ടയെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഓളജി. ഓളജി ആണ് മുട്ടയെ കുറിച്ചുള്ള പഠനം. ഓളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദ്യം വരാറുണ്ട്, പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിൽ കളിച്ച നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. പെട, പെഡോളജി. മണ്ണിൽ കളിച്ച പെട കിട്ടും, പെഡോളജി. മണ്ണിൽ കളിച്ച പെട കിട്ടും. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥലപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ്. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥലപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. പ്ലൂറ. ഓക്കെ, പ്ലൂറ. ഇത് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് 3ഉം പഠിച്ചു വെക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം അല്ലെ. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. പിന്നെ നമ്മൾ ഇത് പഠിച്ചു, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്ഥലപാളികളുള്ള ആവരണമാണ് ഏത്? മെനിഞ്ചസ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ പഠനങ്ങൾ പഠിക്കണം. കാർഡിയോളജി, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം. ഒഡെന്റോളജി, ഡെന്റോളജി, ഡെന്റൽ എന്താണ്? പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഒഡെന്റോളജി. ഒഫ്താൽമോളജി, കണ്ണിനെ കുറിച്ചുള്ള പഠനം. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. പിന്നെ ഓളജി, മുട്ട അല്ലെ. ഓ മുട്ട. ഓക്കെ, ഓളജി, മുട്ടയെ കുറിച്ചുള്ള പഠനം. പെഡോളജി, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏത്? ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. ഇരുമ്പാണ്. ഓക്കെ, ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ചോദ്യം വരുവേ, ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഏത്? ഹീമോഗ്ലോബിൻ. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയ. ഓക്കെ, ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഹീമോഗ്ലോബിൻ തന്മാത്രകൾ. ഓക്കെ, ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഹീമോഗ്ലോബിൻ തന്മാത്രകളാണ്. ഹീമോഗ്ലോബിൻ തന്മാത്രകൾ. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആണ് അല്ലെ. ഭാഗം 2 ആണ്
പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് ചോദ്യം വരും ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത്. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടതും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടൻ, ടൈം ആലോചിച്ചാൽ മതി. റിട്ട് ബ്രിട്ടൻ, അട്ട ആലോചിച്ചാൽ മതി. റിട്ട് ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഭാഗം 2 പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇറാലേക്ക് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. അയർലാൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ബ്രിട്ടൻ റിട്ടുകൾ കണക്ട് ചെയ്ത പോലെ നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. അപ്പൊ പൗരത്വം എന്ന ആശയം കടം കൊണ്ടത്, ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന ആശയം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. 3 പഠിച്ചു വെച്ചോ. 3 ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ടുകൾ. റിട്ട് ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നതും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? നിർദ്ദേശക അയർ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കാം. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. ഇനി ഭേദഗതികൾ. ഭേദഗതികൾ അതിൽ ഈ ബായും ദായും വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ബേ ദ രണ്ടും ദായും ബായൊക്കെ ഒരേപോലെ ഇരിക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ദ ഇവിടെയും വരുന്നത് ദായാണ്. ഇനി ബേ കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദ വെച്ച് കണക്ട് ചെയ്തോ. ദ ദക്ഷിണാഫ്രിക്ക. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭേദഗതികൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു പോകും. അയർലാൻഡ് ചോദ്യം വരും. അയർലാൻഡ് എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ് അല്ലെ. എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പഠിച്ചു വെച്ചോ. ഇന്ത്യയിൽ ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് എൽ.എം. സിംഗ്വി കമ്മിറ്റി. എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ദ്വിപൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ പൗരത്വത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 2. ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഭാഗം 3 മൗലികാവകാശങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4A മൗലിക കടമകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. ഓക്കെ, ഈ 4 പറ്റിയിട്ട് ഭാഗം 2 പൗരത്വം, ഭാഗം 3 മൗലിക അവകാശങ്ങൾ, ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A മൗലിക കടമകൾ. മൗലിക കടമകൾ. ഓക്കെ, മൗലിക കടമകൾ വരെ എന്തായാലും ഈ 4A വരെ എന്തായാലും അറിഞ്ഞു വെക്കുക. ഓക്കെ, എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെയാണ് ഭരണഘടനയിലെ പട്ടികകൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പട്ടികകൾ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട കുറച്ച് പട്ടികകൾ പറഞ്ഞുതരാം. 1 7 റിപ്പീറ്റിംഗ് ആണ്. 7 തിരിച്ചിട്ട L ആണ്. സിമ്പിൾ ആയിട്ട് പഠിക്കുക. 7 തിരിച്ചിട്ടാൽ L ആണ്. L എന്താണ്? ലിസ്റ്റ് ആണ്. ഓക്കെ, പട്ടിക 7 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇനി പട്ടിക 4 ചോദിക്കുകയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് ആണ്. പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം പറഞ്ഞാൽ എല്ലാം കൂടെ വാരിവലിച്ച് പഠിക്കണ്ട. പ്രധാനപ്പെട്ടത് പഠിച്ചിട്ട് പോകും. ഓക്കെ, 4 എന്താണ്? 4 സീറ്റിന് 4 കാലല്ലേ. അതായത് നമ്മൾ ചെയർ ആലോചിച്ച ചെയറിന് എത്രയാണ്? 4 കാലാണ്. രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സീറ്റ്. ഓക്കെ, രാജ്യസഭാ സീറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 4. പിന്നെ 5 എന്താണ്? SC/ST അല്ലെ. SC/ST പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. 5 തന്നെ ഒരു S ഉണ്ട്. നോക്ക്, 5 അതിൽ എന്തുണ്ട്? അതിലൊരു S ഉണ്ട്. പിന്നെ 8 എന്താണ്? 8 ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് 8. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 8ന്റെ പണി കിട്ടും എന്ന് ആലോചിക്കുക. അപ്പൊ 8ന്റെ പണി ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി. ഓക്കെ, ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ 8 എന്താണ്? ഭാഷയെ പറ്റി പ്രതിപാദിക്കുന്നു. ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്നത് 8. പിന്നെ 10 പഠിച്ചു വെക്കണം. 10 കൂറുമാറ്റം. ഒരു 10 പൈസ കിട്ടി അവൻ കൂറുമാറുന്ന ആലോചിച്ചാൽ 10ഉം നമുക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ ഇപ്പൊ പറഞ്ഞു തന്നത് പഠിച്ചോ. 4 എന്താണ്? രാജ്യസഭാ സീറ്റ് ആണ്. 5 എന്താണ്? SC/ST. S ഉണ്ട് അല്ലെ അവിടെ. SC/ST കണക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ 7 നമ്മൾ പഠിച്ചു. 7 എന്താണ്? തിരിച്ചിട്ട L എന്നാണ്. 7 ലിസ്റ്റ് ആണ്. 8 എന്താണ്? എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടുക. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 9 ഭൂപരിഷ്കരണം. ജസ്റ്റ് അറിഞ്ഞു വെച്ചോ. 9 ഭൂപരിഷ്കരണം. 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. 10
കൂറുമാറ്റം, 11 പഞ്ചായത്തി രാജ്, 12 മുനിസിപ്പാലിറ്റി. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. പട്ടികകൾ കേട്ടോ, പട്ടികകളും എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ പട്ടിക 7 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ലിസ്റ്റുകളെ. പിന്നെ ലിസ്റ്റുകളുടെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിസ്റ്റുകൾ നമ്മളൊരു 3 കഥ പറഞ്ഞിട്ട് ലിസ്റ്റുകൾ സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ മിസ്റ്റർ എജുക്കാർട്ട് ലിസ്റ്റ് ക്ലാസ് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക. തീർച്ചയായും നിങ്ങൾക്ക് 101% യൂസ്ഫുൾ ആവും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. ഓക്കെ. ഏകപൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഒരു പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ആർജിച്ചെടുക്കുന്നത് ആർജിത പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ആർജിത പൗരത്വം. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചല്ലോ. ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഇനി പഠിക്കേണ്ട ഭാഗങ്ങൾ, അതായത് പെട്ടെന്ന് റിവിഷൻ ചെയ്യേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് കമന്റ് ഇടുക. ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഹിസ്റ്ററി ജിയോഗ്രഫി എന്നൊക്കെ ഈ ഭാഗങ്ങൾ എന്തായാലും മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്ത് പോയിട്ടുണ്ടാവണം എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ ഒരു ക്ലാസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയും അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സും ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഇതുപോലെ റിവിഷൻ ചെയ്യാനുള്ളത് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇനി CPOക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തോൺ റിവിഷൻ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അതും കൊണ്ടുവരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുക. ഇതുപോലെ തന്നെ PYQ ആവുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. അതാവും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ. അതാവുമ്പോൾ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, അതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ചോദ്യങ്ങൾ വരും, അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്ന് ഞാനും ഇവിടുന്ന് പറഞ്ഞുതരും. അപ്പൊ അതാവും നിങ്ങൾക്ക് ബെറ്റർ. ഓക്കെ. അപ്പൊ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് നമ്മൾ പറഞ്ഞത്. അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മൾ പറഞ്ഞു കറാച്ചി സമ്മേളനത്തിലെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അവിടെ അടുത്ത് തന്നെ ഒരു സമ്മേളനം കൂടെ ഉണ്ട്. 1923 കാക്കിനഡ സമ്മേളനം. അത് നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കാക്കിനഡ സമ്മേളനം. എന്താണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? TK മാധവനാണ്. ഓക്കെ. TK മാധവനാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. അതിന്റെ തൊട്ടടുത്ത വർഷമാണ് ഐത്തത്തിനെതിരായി, ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം നടന്നത്. എപ്പോഴാണ്? അതിന്റെ തൊട്ടടുത്ത വർഷമാണ് 1924 വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ. മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എപ്പോഴാണ്? 1914 കേട്ടോ. 1914 മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയാണ്. ഫുൾ ഫോമും കൂടെ പഠിച്ചു വെച്ചോ. നായർ സർവീസ് സൊസൈറ്റി. പിന്നെ SNDP സ്ഥാപിതമായ വർഷവും ഡേറ്റും പഠിച്ചു വെച്ചോ. 1903 മെയ് 15. SNDP സ്ഥാപിതമായ വർഷം എന്താണ്? ഫുൾ ഫോം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലെ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആജീവനാന്ത അധ്യക്ഷനാണ് ആര്? ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് അറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ്? ഡോക്ടർ പൽപു. അപ്പൊ പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരു പറയണം, ഓക്കെ ശരി, നിന്റെ പ്രേരണ മൂലം ഞാൻ SNDP സ്ഥാപിക്കാം, പക്ഷേ ഞാൻ അധ്യക്ഷനാണെങ്കിൽ എന്റെ കൂടെ ഉപാധ്യക്ഷനായി നീ ഉണ്ടാവണം എന്ന് പറയണം. അപ്പോ ആദ്യ ഉപാധ്യക്ഷൻ അങ്ങനെ ഡോക്ടർ പൽപു ആണ്. അപ്പൊ ചോദ്യം ഇങ്ങനെയും വരും, ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആര്? ഡോക്ടർ പൽപു ആണ്. ആദ്യ സെക്രട്ടറി ആണ് കുമാരനാശാൻ. കുമാരനാശാൻ അറിയപ്പെടുന്നത് പഠിച്ചു വെക്കണം. ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവ്. വീണപൂവ് എന്നതാണ് കുമാരനാശാന്റെ ഖണ്ഡകാവ്യം. കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. ഓക്കെ. കുമാരനാശാന്റെ വരികൾ ചോദിക്കും. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെ വരികളാണ്? അത് കുമാരനാശാന്റെ വരികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ജാതി ചോദിക്കയില്ല ഞാൻ സോദരി. ആരുടെയാണ്? കുമാരനാശാന്റെ വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. റിപ്പീറ്റിംഗ് അല്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികളാണ്? അത് മറ്റുള്ള, വള്ള, ഉള്ള വെച്ചിട്ട് കണക്ട് ചെയ്യുക. മറ്റുള്ള വള്ള, വള്ള
വള്ളത്തോളിന്റെ വരികളാണ്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. ആരുടെയാണ്? അതും വള്ളത്തോളിന്റെ വരികളാണ്. ഓക്കെ, ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ. ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. അശ്വമേധം എന്ന കൃതിയിലെ ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. ആരുടെ? എഴുത്തച്ഛന്റെ വരികളാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. ഓക്കെ, പിന്നെ വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. ജ്ഞാനപീഠത്തിന്റെ ഒരു ക്ലാസ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യുക, കാണുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് 5 ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികൾ. അതിന്റെ ഒരു 2 വീഡിയോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 2 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. വർഷങ്ങളും നിങ്ങൾക്ക് പഠിച്ചു പോവാം, അതിന്റെ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് 2 ക്ലാസ്സുകളിലായിട്ട് സിമ്പിളായി പഠിച്ചു പോവാം. അപ്പൊ അതിന്റെയും ക്ലാസ്സുകൾ കാണാം. അതൊക്കെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ. അപ്പൊ അതൊക്കെ പഠിച്ചു പോവാ. അപ്പൊ ജ്ഞാനപീഠം പഠിച്ചു പോവാ. 65 ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത്. ഏതിനാണ് ജ്ഞാനപീഠം ആദ്യമായി ലഭിച്ചത്? ആർക്കാ? ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച കൃതി ഏതാണ്? ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച കൃതി ഓടക്കുഴൽ. ഓക്കെ, ആദ്യമായി ഒരാൾക്ക് നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത് അടുത്ത മലയാളി 80 ലഭിച്ചത്. SK പൊറ്റക്കാടനാണ് ആദ്യമായി ഒരാൾക്ക് നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ 84 തകഴിക്ക് ലഭിച്ചു, 95 MTക്ക് ലഭിച്ചു, 2007 ONVക്ക് ലഭിച്ചു, 2019 അക്കിത്തത്തിന് ലഭിച്ചു. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അപ്പൊ ഈ വരികളൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. വരികളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വരികളൊക്കെ ചോദ്യം വരും. ജ്ഞാനപീഠം അറിഞ്ഞു വെക്കുക, നോബൽ സമ്മാനം അറിഞ്ഞു വെക്കുക. നോബൽ സമ്മാനം 1913 ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, പോയി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സുകൾ പോയി ചെക്ക് ചെയ്യുക. ഏതൊരു ക്ലാസ്സും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 101% യൂസ്ഫുൾ ആവുന്ന രീതിയിലെ ഞാൻ ക്ലാസ് ചെയ്യും. അത്രയും ഞാൻ പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്തിട്ടോ കോഡുകൾ പറഞ്ഞിട്ടോ നിങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ടേ വിടൂ. അപ്പൊ ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്. പിന്നെ അടുത്ത നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. പ്രോപ്പറായിട്ട് റിവിഷൻ അല്ലാതെ എക്സാമിന് പോകരുത്. നല്ല രീതിയിൽ മുമ്പ് നടന്നുപോയ എക്സാംസ് ഒക്കെ ഒന്ന് കണ്ടറിയുക. ഓക്കെ, കണ്ടറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചു പോവുക. ഇനിയും നമുക്ക് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ക്ലാസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ച് കാക്കി അണിയുക, തൊപ്പി അണിയുക. തൊപ്പി ഇഷ്ടപ്പെട്ടവരുടെ തലയിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എടുക്കണ്ടേ. അപ്പൊ ആ വീഡിയോനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ പറ്റി, വീഡിയോനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഈ വീഡിയോ ഒക്കെ 4 ആൾ കാണാനുള്ളതാണ്. അതൊക്കെ പിന്നെ ആദ്യം ആ ഒരു നിമിഷം നിങ്ങൾ കാണുന്ന ആ ഒരു വിഷനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരാണോ മുമ്പിലുള്ളത് അവരുടെ തലയിൽ ഇത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന ആ ഒരു സീന്, പരേഡിന്റെ സമയം എല്ലാം ചിന്തിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങളെ കൊണ്ട് പറ്റും. തീർച്ചയായും നിങ്ങൾ സല്യൂട്ട് ചെയ്യും. ഓക്കെ, അച്ഛനോടോ അമ്മയോടോ ആരുടെ മുമ്പിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ മുമ്പിൽ നിങ്ങൾ തീർച്ചയായും സല്യൂട്ട് ചെയ്യും. ആദ്യം സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആദ്യം മനസ്സറിഞ്ഞ് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മുമ്പിലാണ്. നിങ്ങൾ തീർച്ചയായും അത് ചെയ്യും. ഓക്കെ, അപ്പൊ നന്നായി തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക. എങ്ങനെ പഠിക്കണം എന്നോ, അതായത് പഠിത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കാണുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരും. അപ്പൊ ഈ നമ്പർ, ഈ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ മെസ്സേജ് അയച്ച് ഇനി 10th പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് സിമ്പിളായി ക്രാക്ക് ചെയ്യാനുള്ളൂ പ്രിലിംസ്. ഓക്കെ, അപ്പൊ നമുക്ക് CPO ഒന്ന് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാച്ച് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തത്. നമുക്ക് അടുത്ത CPO മുമ്പ് പറ്റുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിന് ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ഞാൻ കൊണ്ടുവരും. സാധാ പോലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് എത്തിച്ച് തന്ന കോഴ്സ് ചെയ്യുന്നത് ഞാൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കോഴ്സ് ഇപ്പൊ ചെയ്യലില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ 40 ഡേയ്സ് ബാച്ച് എന്ന് പറഞ്ഞിട്ട്, അതായത് 40 ഡേയ്സ് കൊണ്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ അത് ഏറ്റവും നല്ല മെത്തേഡ് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. ഇങ്ങനത്തെ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് ഇനി മുതൽ നമ്മൾ കോഴ്സായിട്ട് കൊണ്ടുവരിക. ഞാൻ പറയാറുണ്ട്, SCRTയുടെ കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഒന്ന് തീരുമാനമായിട്ട് മാത്രം തുടങ്ങാനാണ് ഇത്ര പെൻഡിങ് ആവുന്നത്. ഏകദേശം പകുതിയോളം ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കൊണ്ടുവരാം. അപ്പോൾ SCRTയുടെ കോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ലിങ്ക് കാണും. എത്രയും പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യുക. SCRT കോഴ്സൊക്കെ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും, PSCക്ക് നിങ്ങൾ ഏത് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഏത് എക്സാമിനാണെങ്കിലും, പ്രത്യേകിച്ച് LP UP ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ആവശ്യമാണ് SCRT. ഓക്കെ, അപ്പോൾ അതിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SCRTയിൽ എല്ലാം വാരി വലിച്ചു തരാതെ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത്, SCRT ബൂസ്റ്റർ എന്നൊരു കോഴ്സാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് കണ്ടെത്തി സെലക്ട്
ചെയ്ത് അതാണ് നമ്മൾ ക്ലാസ്സിലൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. വേഗം പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനാണെങ്കിൽ ടെലഗ്രാമിൽ ഇപ്പൊ തന്നെ ജോയിൻ ആയിരിക്കുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആദ്യം ടെലഗ്രാമിൽ ഇടും, പിന്നെ യൂട്യൂബിലും പോസ്റ്റ് ആയിട്ടൊക്കെ ഇടും. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പോലീസ് ആവാൻ സാധിക്കട്ടെ, കാക്കി അണിയാൻ സാധിക്കട്ടെ, സെല്യൂട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പോയി സെല്യൂട്ട് അണിയാൻ സാധിക്കട്ടെ, സെല്യൂട്ട് അടിക്കാൻ സാധിക്കട്ടെ. എന്തായാലും എന്റെയും പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല സമാധാനത്തിൽ നല്ല കോൺഫിഡൻസോട് കൂടെ പോയി എക്സാം എഴുതുക. കോൺഫിഡൻസോട് കൂടെ പോയി എക്സാം എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. അപ്പൊ ഇനി റിവിഷൻ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് റിവിഷൻ ചെയ്ത് തീർക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ഇടുക. നിങ്ങൾക്കത് അത്യാവശ്യമാണെങ്കിൽ കമന്റ് ഇടുക. ഞാൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ ആ വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.